പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ തിരക്കുകളിൽ നമ്മൾ പലപ്പോഴും മറക്കുന്ന ഒരു അത്ഭുത ഔഷധമുണ്ട്. എന്താണെന്നോ? ഉറക്കം. ശരീരത്തിനും മനസ്സിനും വീണ്ടും ജന്മം നൽകുന്ന ഒരു നിശബ്ദ ചികിത്സയാണ് ഉറക്കം. ഒരു നല്ല ഉറക്കം ഒരു നല്ല ദിവസത്തെ ക്ഷീണം മാത്രമല്ല, നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ താളവും തിരിച്ചു പിടിക്കാൻ സഹായിക്കുന്ന ഒരു ശക്തിയാണ്. അതുകൊണ്ടാണ് ആരോഗ്യകരമായ ജീവിതത്തിന്റെ അടിത്തറയായി ലോകം മുഴുവൻ ഇന്ന് ലോക ഉറക്ക ദിനം ആഘോഷിക്കുന്നത്. അതെ, ഇന്ന് 2026 മാർച്ച് മാസം 13 ലോക ഉറക്ക ദിനമാണ്. നിങ്ങൾ ഒരു ദിവസം എത്ര മണിക്കൂർ ഉറങ്ങും? ലേറ്റ് നൈറ്റ് റൈഡ് പോകണം, സിനിമ കാണണം, ഫ്രണ്ട്സുമായിട്ട് ചാറ്റ് ചെയ്യണം. നമുക്കിങ്ങനെ സന്തോഷം കണ്ടെത്താനും ചെയ്തു തീർക്കാനും ഒരുപാട് കാര്യങ്ങളുള്ളപ്പോൾ എന്തിന് സമയത്തെ വെറുതെ ഉറങ്ങി തീർക്കണം അല്ലേ? പക്ഷേ പ്രിയപ്പെട്ടവരെ, ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് പറയട്ടെ, മതിയായ സമയം നമ്മൾ ഉറങ്ങിയില്ലെങ്കിലേ പിന്നെ ഒന്നും ചെയ്ത് സന്തോഷിക്കാൻ നമ്മൾ ഉണ്ടാകില്ലെന്നേ. അതുകൊണ്ട് ഹൈ ഫൈവ് ചോദിക്കുകയാണ്, ഉറക്കം മതിയോ എന്ന്. ഉറക്കം മതിയോ എന്നൊക്കെ ചോദിച്ചാൽ ആദ്യം ഒരു കാര്യം പറയാം. ഒരു ആവറേജ് അഡൾട്ട്, അതായത് പ്രായപൂർത്തിയായവർ 6 മുതൽ 8 മണിക്കൂർ വരെ ഉറങ്ങണമെന്നാണ് പറയുന്നത്. ഞാൻ പറയുന്നതല്ല, ശാസ്ത്രം, സയൻസ് പറയുന്നത് അങ്ങനെയാണ്. ഓരോ രാജ്യത്തെയും സ്ലീപ്പിംഗ് അവേഴ്സ് എത്രയാണെന്ന് നോക്കിയാലോ. ജപ്പാനിലെ ആവറേജ് സ്ലീപ്പിംഗ് അവർ എത്രയാണെന്ന് അറിയാമോ? 5 മണിക്കൂർ 59 മിനിറ്റാണ്. 5 മണിക്കൂർ 59 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 6 മിനിറ്റാണ് ജപ്പാനിലെ സ്ലീപ്പിംഗ് അവേഴ്സ്. അതേപോലെ സൗദി അറേബ്യയിലേക്ക് വന്നത് 6 മണിക്കൂർ 8 മിനിറ്റാണ്. സ്വീഡനിൽ 6 മണിക്കൂർ 10 മിനിറ്റാണ്. നമ്മുടെ രാജ്യം ഇന്ത്യയിൽ എത്ര മണിക്കൂറാണെന്നാ? ഇന്ത്യയിൽ നമ്മൾ ഓരോരുത്തരും ചുരുങ്ങിയത് 6 മണിക്കൂർ 20 മിനിറ്റ് മിനിമം ഉറങ്ങിയിരിക്കണമെന്നാണ് പറയുന്നത്. ഇപ്പം ഞാൻ ഈ കാണിക്കുന്ന ഈ ചാർട്ടിലെ ഇതിപ്പം ഓരോ രാജ്യങ്ങളും അവരവരുടെ പൗരന്മാർക്ക് നിർദ്ദേശിച്ചിരിക്കുന്ന സ്ലീപ്പിംഗ് അവേഴ്സ് ആണ്. ഇപ്പം ഇന്ത്യ നിർദ്ദേശിച്ചിരിക്കുന്ന സ്ലീപ്പിംഗ് അവറാണ് ഈ 6 മണിക്കൂർ 20. അതേപോലെ സൗദി അവരുടെ പൗരന്മാർക്ക് നിർദ്ദേശിച്ചിരിക്കുന്ന ഒരു സ്ലീപ്പിംഗ് അവറാണ് 6 മണിക്കൂർ 8 മിനിറ്റ് എന്ന് പറയുന്നത്. ഇനി ശാസ്ത്രം പറയുന്നതനുസരിച്ച് ഒരു മനുഷ്യൻ കുറഞ്ഞത് 7.5 മണിക്കൂറെങ്കിലും ഉറങ്ങണമെന്നാണ്. ഈ 7.5 മണിക്കൂർ സമയത്തിൽ 5 മണിക്കൂർ 90 മിനിറ്റാണ് നമ്മൾ എല്ലാ രീതിയിലും ഗാഠ നിദ്രയിലേക്ക്, ഡീപ്പ് സ്ലീപ്പിലേക്ക് പോവുക. ഇത് പ്രായപൂർത്തിയായവരുടെ കാര്യമാണ് കേട്ടോ. മറ്റ് ഏജ് ഗ്രൂപ്പുകാരുടെ സ്ലീപ്പിംഗ് അവർ കൂടി ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഈ ന്യൂ ബോൺ ബേബി, അതായത് ന്യൂ ബോൺസ് എന്ന് നമ്മൾ പറയുന്നത് ജനിച്ചു വീണ കുട്ടിയെ 3 മാസം വരെ പ്രായമുള്ള ഒരു കുട്ടി, 3 മാസം വരെ പ്രായമുള്ള ഒരു കുഞ്ഞ് 14 മുതൽ 17 മണിക്കൂർ വരെ ഉറങ്ങണമെന്നാണ് പറയുന്നത്. 14 തൊട്ട് 17 മണിക്കൂർ വരെ ആ കുഞ്ഞ് ഉറങ്ങണം. ഇനി 4 മുതൽ 12 മാസം വരെയുള്ള കുഞ്ഞ്, ആ കുഞ്ഞ് 12 മുതൽ 14 മണിക്കൂർ വരെ ഉറങ്ങണമെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് 1 വയസ്സ് തൊട്ട് 2 വയസ്സ് വരെയുള്ള കുട്ടികൾ അവർ 11 തൊട്ട് 14 മണിക്കൂർ വരെ ഉറങ്ങിയിരിക്കണം. അതേപോലെ പിന്നീട് പ്രീ സ്കൂളിൽ പോകുന്ന പിള്ളേർ 3 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും കൊച്ചുങ്ങളെ സ്കൂളിൽ ചേർത്ത് തുടങ്ങുമല്ലോ, ഈ പ്രീ KG തൊട്ട് തുടങ്ങും. അപ്പം അങ്ങനെയുള്ള പിള്ളേരൊക്കെ 3 വയസ്സ് തൊട്ട് 5 വയസ്സ് വരെയുള്ള കുട്ടികൾ അല്ലേ, അപ്പോൾ അവരൊക്കെ ഉറങ്ങുന്നത് ഒരു 10 തൊട്ട് 13 മണിക്കൂർ വരെ സമയം ഉറങ്ങണമെന്നാണ് പറയുന്നത്. അതേപോലെ അത് കഴിഞ്ഞ് പിന്നെ സ്കൂൾ ഏജിലേക്ക് വരും. സ്കൂൾ ഏജ് എന്ന് പറയുമ്പോഴത്തേക്കും 6 വയസ്സ് തൊട്ട് 12 വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് നമ്മൾ സ്കൂൾ ഏജ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ ഉൾപ്പെടുത്തുക. അവർ ഉറങ്ങേണ്ട ഒരു സമയം എന്ന് വെച്ചാൽ 9 മണി തൊട്ട് 9 മണി തൊട്ടല്ല 9 മുതൽ 12 മണിക്കൂർ വരെ അവരും ഉറങ്ങിയിരിക്കണമെന്നാണ് പറയുന്നത്. കഴിഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ നമുക്ക് ടീനേജേഴ്സിന്റെ കാര്യം നോക്കാം. ടീനേജേഴ്സ് എന്ന് പറയുമ്പോൾ 13 വയസ്സ് തൊട്ട് 18 വയസ്സ് വരെ ഉള്ള ടീനേജേഴ്സ്, അവർ ഉറങ്ങേണ്ട മിനിമം സ്ലീപ്പിംഗ് അവേഴ്സ് 8 മുതൽ 10 മണിക്കൂർ വരെ അവർ ഉറങ്ങേണ്ടത്. ഈ 13 തൊട്ട് 18 വയസ്സ് വരെ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ പഠിക്കുന്ന സമയമാണല്ലേ. 13 വയസ്സെന്നൊക്കെ പറയുമ്പോഴത്തേനും 7ാം ക്ലാസ് 8ാം ക്ലാസ് ആ ഒരു സമയമാണ്. ഈ 18 വയസ്സെന്ന് പറയുമ്പോഴത്തേക്കും +2 കഴിയുന്ന ഒരു പ്രായം. അപ്പോൾ ആ സമയത്തൊക്കെ കുറച്ച് പിള്ളേർ പഠിച്ച് എല്ലാ കിളിയും പറന്നിരിക്കുന്ന ഒരു സമയമാണ്. പക്ഷേ അങ്ങനെ കിളി പറക്കാൻ പാടില്ല. പിള്ളേരൊക്കെ 8 to 10 മണിക്കൂർ വരെ ഉറങ്ങണമെന്നാണ് ഇവിടെ നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഇനി അത് കഴിഞ്ഞ് അഡൾട്ട്സിന്റെ കാര്യം വന്നാൽ 18 വയസ്സ് തൊട്ട് 60 വയസ്സ് വരെ ഈ പ്രായമുള്ള ആളുകൾ, 18നും 60നും ഇടയിൽ പ്രായമുള്ള ആളുകൾ 7 മണിക്കൂറും അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഉറങ്ങിയാൽ മിനിമം 7 മണിക്കൂർ ഉറങ്ങണമെന്നാണ് പറയുന്നത്. 61 വയസ്സിനും 64 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർ 7 to 9 മണിക്കൂർ ഉറങ്ങണം. 65 വയസ്സിന് മുകളിലുള്ളവരാണെങ്കിൽ 7 to 8 മണിക്കൂർ വരെ ഉറങ്ങണമെന്നാണ് നിലവിൽ നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഇതൊക്കെയാണ് നമ്മുടെ ഉറങ്ങേണ്ട പരമാവധി സമയം. അപ്പോൾ ചോദ്യം ഇതാണ്, നമ്മൾ എപ്പോൾ ഉറങ്ങണമെന്ന്. ഇപ്പം നമ്മൾ എപ്പോൾ ഉറങ്ങണമെന്ന് ചോദിച്ചാൽ അത് ഓരോരുത്തരെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും അല്ലേ. പക്ഷേ ശരിക്കും ശാസ്ത്രീയ നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ച് ഒരു ദിവസം നമുക്ക് 2 നേരം ഉറങ്ങാം കേട്ടോ. ഒന്ന്
ഉച്ചയ്ക്ക് 1 മണിക്കും 3 മണിക്കും ഇടയിൽ നമുക്കൊരു ഉറക്കം ഉറങ്ങാം. ഈ ഉച്ചയ്ക്ക് ഉറങ്ങുന്ന ശീലമുള്ളവരോട് ചോദിച്ചാൽ അറിയാം, ഭയങ്കര നല്ല ഉറക്കം എന്നാണ് പറയുന്നത്. ഉച്ചയ്ക്ക് ഒരു നേരം ഉറങ്ങിയില്ലെങ്കിൽ അവർക്ക് എന്തോ ശാരീരിക പ്രശ്നങ്ങളൊക്കെ വരുമെന്നാണ് ഉറക്ക ശീലമുള്ളവർ പറയുന്ന ആൾക്കാർ. എല്ലാവരും ഉറങ്ങാറില്ല, പക്ഷേ ഉറങ്ങിയാലും പ്രശ്നമില്ല. നമുക്ക് ഈ നിർദ്ദേശിച്ചിരിക്കുന്ന സമയം അനുസരിച്ച് 1 to 3 മണിക്കും 1-നും 3 മണിക്കും ഇടയ്ക്ക് നമുക്കൊരു ചെറിയ സ്ലീപ്പൊക്കെ എടുക്കാം. അത് നല്ലതാണെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഈ യഥാർത്ഥ സമയം, നമ്മൾ ഉറങ്ങേണ്ട സമയം എപ്പോഴെന്നറിയോ? രാത്രി 8 മണിക്ക് കിടന്ന് 4 മണിക്ക് എഴുന്നേൽക്കണം. ഇതാണ് കറക്റ്റ് സ്ലീപ്പിംഗ് അവർ. ഇപ്പം നമ്മൾ പറയുമല്ലോ 6-6:30 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഡിന്നറൊക്കെ കഴിച്ച് പിന്നീട് ഒരു അരമണിക്കൂറോ 1 മണിക്കൂറൊക്കെ ഒന്ന് നടന്ന് ആ ഫുഡൊക്കെ ഒന്ന് ദഹിച്ചു എന്ന് നമുക്ക് തന്നെ തോന്നി തുടങ്ങുന്ന ആ സമയം ഒരു 8 മണി 8:15 ആകുമ്പോഴത്തേക്ക് കിടന്നുറങ്ങിയിട്ട് രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കണം. അപ്പോഴാണ് നമ്മൾ നല്ല ഫ്രഷ് ആയിട്ടിരിക്കുക എന്നാണ് ഈ നമ്മുടെ ശാസ്ത്രം പറഞ്ഞിരിക്കുന്നത്. ഇനി വൈകി ഉറങ്ങിയാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ഇപ്പം രാത്രി വൈകി ഉറങ്ങുന്നവരാണ് നമ്മളെല്ലാവരും, അല്ലേ? ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും അങ്ങനെയാണ് ഉറങ്ങാറ്. പക്ഷേ നമ്മളിങ്ങനെ ലേറ്റ് നൈറ്റായിട്ട് ഉറങ്ങിയാലേ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ, നമ്മളിൽ കൂടുതൽ പേരും ഡിപ്രഷനിലേക്ക് പോകുമെന്നാണ് പറയുന്നത്. ഈ ഡിപ്രഷനിലേക്ക് പോകുക മാത്രമല്ല, കാർഡിയോ വാസ്കുലാർ ഡിസീസ്, അതായത് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ കൂടുതലായിട്ട് നമുക്കൊക്കെ വരുമെന്ന് പറയുന്നു. അതേപോലെ തന്നെ ഹൈപ്പർ ടെൻഷൻ എന്ന് വെച്ചാൽ ഉയർന്ന രക്തസമ്മർദ്ദം ഉണ്ടാകും. പഠനങ്ങളൊക്കെ അനുസരിച്ച് ഈ ഉറക്കക്കുറവ് കൂടുതലും സ്ത്രീകളിലെന്നാണ് പറയുന്നത്. അപ്പോൾ സ്ത്രീകളിലാണെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതേപോലെ പുരുഷന്മാരിലേക്ക് വന്നാൽ അത് പ്രോസ്റ്റേറ്റ് ക്യാൻസറിനുമൊക്കെ കാരണമാകുമെന്ന് പറയുന്നുണ്ട്. ഈ ഉറക്കക്കുറവ് അല്ലെങ്കിൽ ഉറങ്ങാതിരുന്നാലേ ഇത് ചെറിയൊരു കാര്യമേ അല്ല. നമ്മൾ വിചാരിക്കും എന്തിനു വെറുതെ കിടന്ന് ഉറങ്ങി സമയം കളയുന്നു, പക്ഷെ അല്ല, ഉറങ്ങണം കേട്ടോ, അല്ലെങ്കിൽ ഇതിൻ്റെ ഇങ്ങനത്തെ അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലെന്നാണ് പറയുന്നത്. ഇത് മാത്രമല്ലെന്നേ, ഹോങ്കോങ് യൂണിവേഴ്സിറ്റിയുടെ ഒരു പഠനം അനുസരിച്ച് ഒരു ദിവസം മാത്രം ഉറക്കം നഷ്ടപ്പെട്ടാൽ പോലും, എന്താ വെച്ചാൽ നമുക്കിപ്പം എല്ലാ ദിവസവും നമ്മൾ സ്ഥിരമായിട്ട് ഉറങ്ങുന്ന ആൾക്കാരാണെന്ന് വെച്ചു, പക്ഷെ ഒരു ദിവസം നമുക്ക് ഉറങ്ങാൻ പറ്റിയില്ല എങ്കിൽ പോലും നമ്മുടെയൊക്കെ DNA പോലും ഡാമേജ് സംഭവിക്കും എന്നാണ് ഒരു പഠനം. ഈ പഠനം നടത്തിയത് ഹോങ്കോങ് യൂണിവേഴ്സിറ്റിയാണ്. അവരുടെ പഠനം അനുസരിച്ച് വന്നിരിക്കുന്ന റിപ്പോർട്ട്. ഉറക്കക്കുറവ് നമ്മുടെ മാനസികാരോഗ്യത്തെ എങ്ങനെയൊക്കെയാണ് ബാധിക്കുമെന്ന് അറിയാമോ? ഇതിലേറ്റവും പ്രധാനം ആങ്സൈറ്റിയാണ്. നമുക്ക് അതിയായ മാനസിക സമ്മർദ്ദം ഉണ്ടാവും നമുക്ക് നന്നായിട്ട് ഉറങ്ങാൻ പറ്റിയില്ലെങ്കിൽ. അതേപോലെ തന്നെ ഡിപ്രഷൻ. ഇപ്പം എല്ലാവർക്കും നമ്മളിപ്പോൾ ഈ സമയത്തൊക്കെ നമ്മുടെയൊക്കെ ഒരു ഏജിലുള്ള ആൾക്കാരോട് ചോദിച്ചാൽ ഉള്ളവർക്കുമുള്ള ഒരു 10 പേരെടുത്ത ഒരു 8 പേർക്കും ഡിപ്രഷനും ആങ്സൈറ്റിയും ഒക്കെ ഉണ്ടാവും. ഇതിനൊക്കെയുള്ള ഒരു പ്രധാന കാരണവും നമുക്കൊരു പ്രോപ്പറായിട്ട് ഉറക്കം കിട്ടാത്തതാണ്. നമ്മുടെ ഈ ലോകത്ത് ഉറക്കക്കുറവുള്ള മനുഷ്യർ ഏറ്റവും കൂടുതൽ ഉള്ളത് എവിടെയെന്നറിയാമോ? സൗത്ത് കൊറിയയിലും ജപ്പാനിലുമാണ്. അത് നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. ഈ 2 രാജ്യങ്ങളിലും, സൗത്ത് കൊറിയയിലും ജപ്പാനിലും, ആത്മഹത്യാ നിരക്ക് ഭയങ്കര കൂടുതലാണ്. അത് രണ്ടും ഈ ഡിപ്രഷൻ്റെയും ആങ്സൈറ്റിയുടെ ഒക്കെ ഫലമായിട്ട് ഉണ്ടാകുന്നതെന്നാണ് പഠനങ്ങളൊക്കെ പറയുന്നത്. ഇതേപോലെ ഈ ഹോങ്കോങ് സർവകലാശാലയിലെ പഠനം പോലെ ലണ്ടനിലെ കിങ് കോളേജ് 2016 ഒരു പഠനം നടത്തിയിരുന്നു. ഈ പഠനത്തിൽ കണ്ടെത്തിയത് നന്നായിട്ട് ഉറങ്ങിയില്ലെങ്കിൽ നമ്മുടെ ശരീരത്ത് ഒരു ദിവസം 385 കിലോ അധിക കാലറി ഉൽപ്പാദിപ്പിക്കപ്പെടുമെന്നാണ്. 385 കിലോ അധിക കാലറി എന്ന് വെച്ചാൽ നമ്മൾ ഒരു ദിവസം ഒരു 4 സ്ലൈസ് ബ്രെഡ് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് കിട്ടുന്ന ഊർജ്ജമാണ്. ആ ഊർജ്ജം നമ്മൾ ബ്രെഡ് കഴിച്ചില്ലെങ്കിലും അമിതമായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുമെന്നാണ് ആ പഠനം പറയുന്നത്. മൊത്തത്തിൽ ഞാൻ ഇതുവരെ പറഞ്ഞ ഈ ഒരു സ്റ്റോറിയുടെ, അതായത് ഈ ഉറക്കക്കുറവുമായി ബന്ധപ്പെട്ട ഈ ഒരു സ്റ്റോറിയുടെ മോറൽ എന്താണെന്ന് ചോദിച്ചാൽ, സ്ലീപ്പ് ഡെപ്രവേഷൻ ഈസ് ഹെൽപ്പിംഗ് നോ വൺ. അതായത് ഉറക്കക്കുറവ് ആരെയും സഹായിക്കുന്നില്ല എന്ന്. നമ്മൾ രാത്രി ഏറെ വൈകിയുള്ള ഫോൺ ഉപയോഗം നമ്മുടെ ഉറക്കത്തെ വല്ലാണ്ട് ബാധിക്കുന്നുണ്ട്, അല്ലേ? ഇപ്പോൾ നമ്മൾ ബെഡ് ടൈമിൽ ഈ സോഷ്യൽ മീഡിയ ഒക്കെ സ്ക്രോൾ ചെയ്തൊക്കെ ഇരിക്കുമ്പോൾ അതിൽ നിന്നൊരു ബ്ലൂ ലൈറ്റ് നമ്മുടെയൊക്കെ കണ്ണിൽ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ശരീരത്തിലെത്തും. അതിനെ പറയുന്നത് കോർട്ടിസോൾ എന്നാണ് പറയുന്നത്. ഈ കോർട്ടിസോൾ എന്ന ഘടകം ഇത് കൂടുതലായിട്ട് നമ്മുടെയൊക്കെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടും. ഇത് ഉറക്കമില്ലായ്മയ്ക്കും വല്ലാതെ കാരണമാകും. കോർട്ടിസോൾ എന്ന് പറയുന്ന ഇത് നമ്മുടെ ഉറക്കക്കുറവിന് വല്ലാണ്ട് കാരണം. നമ്മളിപ്പം ഈ രാത്രി ബെഡ് ടൈമിലൊക്കെ ഫോൺ നോക്കുന്നവരെ നമുക്കറിയാം. നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ തന്നെ അറിയാം, നമ്മൾ കുറച്ചൊന്ന് ഉറക്കം വന്നതിന് ശേഷം ചെറുതായിട്ടൊക്കെ ഒന്ന് ഉറക്കം വന്നു, ആ സമയത്തൊന്ന് ഫോൺ നോക്കിയാലും പെട്ടെന്ന് ആ ഉറക്കം അങ്ങ് പോകും. അതിനൊക്കെയുള്ള കാരണം എന്ന് വെച്ചാൽ ഈ കോർട്ടിസോൾ എന്ന ഘടകം നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് കൊണ്ടാണെന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്ന്, ഇന്ന് നമ്മുടെയൊക്കെ ഈ ഒരു ഉറക്കക്കുറവുണ്ടല്ലോ, അതൊരു വലിയ മാർക്കറ്റ് കൂടിയാണ്. കാരണം കോടികളുടെ സ്ലീപ്പിംഗ് ടെക് ഡിവൈസ് മാർക്കറ്റാണ്. ഈ മാർക്കറ്റിൻ്റെ 48.5% ഇൻസോമാനിയ സെഗ്മെന്റ്, അതായത് കിടന്നാലും ഉറക്കം വരാത്തൊരവസ്ഥയുണ്ടല്ലോ, അങ്ങനെയുള്ളവർക്ക് വേണ്ടി മാത്രമാണ് ഈ ഒരു കോടികളുടെ ഈ ഒരു സ്ലീപ്പിംഗ് ടെക് ഡിവൈസ് മാർക്കറ്റ് നടക്കുന്നത്. ഈ വർഷം 2026 ഇതുവരെ 16.6% വർധനവ് ഇതിലുണ്ടായി എന്നും പറയപ്പെടുന്നുണ്ട്.